ഈ പ്രപഞ്ചത്തിൽ എന്തിനാണ് ശത്രുക്കൾ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ശത്രുക്കളുണ്ട് അല്ലേ? ഇനിയിപ്പോൾ ശത്രുക്കൾ ഇല്ലെങ്കിലോ നമ്മൾ പരസ്പരം ശത്രുക്കളായിട്ട് പോരാടും. അതാണ് പ്രകൃതിയുടെ ഒരു രീതി. പുതിയ അറിവുകൾക്കും പുതിയ മാറ്റങ്ങൾക്കും വേണ്ടി പ്രപഞ്ചം ഇവിടെ തയ്യാറാക്കി വച്ചിട്ടുള്ളത് നിരന്തരമായ ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല. വളരെ ലളിതമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ പച്ചക്കറികളും പച്ചിലകളൊക്കെ കഴിക്കാറുണ്ടല്ലോ. ഈ ചെടികൾക്ക് ഇവിടെ അനങ്ങാതെ നിൽക്കാൻ മാത്രമേ കഴിയൂ, ഓടി രക്ഷപ്പെടാൻ കഴിയില്ല അല്ലേ? പക്ഷേ അവ നമ്മൾ കഴിക്കാതിരിക്കാൻ വേണ്ടി അവ എന്താ ചെയ്യുന്നറിയോ? അവ ലെക്റ്റിൻ പോലെയുള്ള ചില വിഷവസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഇലകളിൽ സൂക്ഷിക്കും. മൃഗങ്ങളോ മനുഷ്യരോ അത് കഴിച്ചാൽ വയറുവേദനയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകാൻ വേണ്ടിയാണത്. അതായത് ആ ചെടി നമ്മളോട് പോരാടുകയാണ്. പക്ഷേ നമ്മൾ മനുഷ്യർ ബുദ്ധിശാലികളല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ആ പച്ചിലകളെ എടുത്ത് തീയിലിട്ട് പുഴുങ്ങി ആ വിഷവസ്തുക്കളെ നശിപ്പിച്ച് നമ്മൾ അതിനെ ഭക്ഷിച്ചു. നമ്മൾ ജയിച്ചു എന്ന് നമ്മൾ കരുതും. പക്ഷേ ആ പോരാട്ടം അവിടെ തീരുന്നില്ല. നമ്മൾ തിരിച്ച് മണ്ണിലേക്ക് പോകുമ്പോൾ ഇതേ ചെടികൾ നമ്മളെ വളമാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ ഭക്ഷിക്കും. ഇതൊരു അതിജീവനത്തിന്റെ സർക്കിളാണ്. മനുഷ്യന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ആദിമ മനുഷ്യൻ ആദ്യം പ്രകൃതിയോട് പോരാടി, അതിജീവിച്ച്. പിന്നെ കാട്ടുമൃഗങ്ങളോട് പോരാടി. പിന്നെ മനുഷ്യൻ പരസ്പരം പോരാടി. ഇപ്പോൾ നമുക്ക് പുതിയൊരു ശത്രുവിനെ വേണം. അതിനു വേണ്ടി നമ്മൾ തന്നെ ഒരു ശത്രുവിനെ സൃഷ്ടിച്ചു. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി കുറച്ചു കാലം നമ്മൾ AI പോരാടും. ഒരു പക്ഷേ നാളെ നമ്മളെ വെല്ലുവിളിക്കാൻ സ്പേസിൽ നിന്ന് ഏലിയൻസ് വരെ വന്നേക്കാം. പോരാട്ടം തുറന്നുകൊണ്ടേയിരിക്കും. പ്രകൃതിയുടെ നിയമം എന്തെന്ന് വെച്ചാൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അതായത് ഇവിടെ വരുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക്, ആ മാറ്റങ്ങളിലേക്ക് സുഗമമായി മാറാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇവിടെ നിലനിൽപ്പുള്ളൂ. അല്ലാത്തവർ ഇല്ലാതാകും. ഈ പോരാട്ടത്തിൽ നിങ്ങൾക്കുള്ള ആയുധം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനാണ്. ഈ മാറ്റങ്ങളെ നേരിടാനും അതിജീവിക്കാനും വേണ്ടി പ്രപഞ്ചം നമ്മുടെ തലയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഉപകരണമാണ് നമ്മുടെ ബ്രെയിൻ. ഈ പ്രപഞ്ചം മുഴുവൻ കീഴടക്കാൻ കഴിയുന്ന ആ ശക്തി ആ ബ്രെയിനിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കാണ് കാര്യങ്ങൾ അല്ലേ? മനസ്സിലാക്കും. പിന്നെ അതിനെ യഥാർത്ഥത്തിൽ നമ്മൾ സൃഷ്ടിക്കും. നമ്മുടെ അറിവിൻ്റെ ചക്രവാളം എത്രത്തോളം വലുതാകുന്നുവോ അത്രത്തോളം ഈ പ്രപഞ്ചത്തിലെ ഫിസിക്സിനെയും കെമിസ്ട്രിയെയും ബയോളജിയും ഒക്കെ നമ്മൾ കീഴടക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളിൽ പലരും ഈ ഉപകരണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഇനിയും പഠിച്ചിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ഇന്നർ പവറിനെ തിരിച്ചറിയണം. ഇതിനു വേണ്ടിയാണ് എല്ലാ ദിവസവും രാവിലെ 7:30 IEAS ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം എന്ന പരിശീലന പരിപാടി ഞാൻ നടത്തുന്നത്. നിങ്ങളുടെ ഈ ബ്രെയിനിനെ പുതിയ കാലത്തിൻ്റെ പോരാട്ടങ്ങൾക്കായി സജ്ജമാക്കാൻ ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ ഒരു വ്യക്തിത്വമുണ്ട് അല്ലേ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ സങ്കടങ്ങൾ. എന്നാൽ ഇതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങളല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതായത് നിങ്ങളുടെ 3 വയസ്സിൽ നിങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും മറ്റുള്ളവർ നിങ്ങളുടെ തലയിലേക്ക് ഇട്ടു തന്ന ഒരു പ്രോഗ്രാമിംഗ് മാത്രമാണ് ഇന്നത്തെ നിങ്ങൾ. ഈ പഴയ പ്രോഗ്രാമിംഗ് മാറ്റിയിട്ട് പുതിയ വ്യക്തിയെ നിങ്ങൾക്ക് എങ്ങനെ സൃഷ്ടിക്കാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ രഹസ്യങ്ങൾ നമ്മൾ പൊളിച്ചെഴുതാൻ പോവാം. ഒട്ടും മിസ് ചെയ്യാതെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ.